കമ്മപ്പൂ എടുക്കാനുള്ളവരെടുത്തോ, വേഗം വാ. എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുക. ഞങ്ങള് എന്റെ വണ്ടി വന്നോളാം. ആ അത് വേണ്ട, വണ്ടി ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇപ്പൊ രണ്ടുപേരും അച്ഛൻ്റെ കൂടെ പോയാൽ മതി. അത് മതി മോളെ, ഈ മൂഡിൽ നീ വണ്ടി എടുക്കണ്ട. അങ്ങൾ അതിനുള്ള ഏർപ്പാട് ചെയ്തോളും. ആ മാളു ചെല്ലു മോളെ. ആ കീങ് എടുത്തേക്ക്. എടുക്ക്. ഏയ്, എന്തായിരുന്നു മിണ്ടാത്ത്? അല്ല, ആരുടെ ബുദ്ധിയായിരുന്നു ഇത്? അപ്പുക്കളിയുടേതോ അതോ മാളൂസിന്റെ? ബുദ്ധി ആരുടേതാണെങ്കിലും ഭയങ്കര മണ്ടത്തറായി പോയി കേട്ടോ. കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു പ്രകോപനം ഇല്ലാതെ നിങ്ങളൊരു പ്രശ്നത്തിനും പോവില്ല എന്ന് ഞങ്ങൾക്കറിയാലോ. പോട്ടെ, ഇനി എന്തു ഇഷ്യൂ ആണെങ്കിലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാൻ നോക്കാതെ രണ്ടുപേരും കൂടി നാടുവിടാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? അയ്യയ്യേ, ഷെയിം. നിങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ പിള്ളേര്. പോട്ടെ, ഇനി അതൊക്കെ മനസ്സിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് ഉഷാറായിക്കേ. അതെ, വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നേക്കരുത്. എല്ലാരും കൂളായിട്ട് അങ്ങ് ഡീൽ ചെയ്തേക്കണം. ഇല്ലെങ്കിൽ സീ മുഴുവൻ ചളവളാവട്ടോ, പറഞ്ഞേക്കാം. വാ. തോന്നി ദിവസം കാണിച്ചിട്ട് പൂച്ച പോലെ നിൽക്കുന്നോടി. മുരളി, നോ. കുട്ടികളാകെ പേടിച്ചിരിക്കുക. ഇനി താനും കൂടി അവരെ പേടിയോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിവാസത്തിന് പോയില്ലായിരുന്നല്ലോ. എല്ലാരും കൂടെ കൊഞ്ചിച്ചും പുന്നരിച്ചുവാ രണ്ടും ഇങ്ങനെ അഹങ്കാരികളായി പോയത്. തല്ലി വളർത്താത്തതിന്റെ കുറവ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ മുഖം അടച്ചോരോന്ന് പൊട്ടിക്കാ വേണ്ടത്. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്മിയും ചെയ്യുകയല്ലെന്നാ. പെൺകുട്ടികളായാലേ ഇത്രയ്ക്ക് അഹമ്മതി പാടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ അമ്മ പോയി കിടക്കാൻ നോക്ക്. ഓ, അമ്മയെ കടത്തി ഉറക്കിയാ മതിയല്ലോ. അല്ലേലും നമ്മൾ പറയുന്നതിനൊന്നും ആർക്കും ഒരു വിലയും ഇല്ല. അതിന്റെയൊക്കെ നീയൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്. എന്നാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ മോളെ. ഇത്തിരി നേരം കൊണ്ട് മനുഷ്യൻ ഇവിടെ നിന്ന് ഉരുകി വെളുക്കുമായിരുന്നു. നീ ഒറ്റൊരുത്തിയ മാളൂനെ കൂടെ ചീത്താക്കുന്നത്. നിന്നെ ഇന്ന് മതി. ഇനി എല്ലാരും കൂടി അവരങ്ങനെ കോർണർ ചെയ്യണ്ട. പറ്റിപ്പോയതിന്റെ ഗൗരവം അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഇവരെനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അല്ലേ മക്കളെ? ശരി, രണ്ടുപേരും പോയി കിടന്നിറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. മാളു, ഉറക്കവും പഠിപ്പും ഒക്കെ ഇനി അവനവന്റെ മുറി മതി. ചെല്ല്. നമ്മളിത് വലിയ ഇഷ്യൂ ആക്കാതിരിക്കുന്ന മുരളി നല്ലത്. ഇപ്പൊ തന്നെ രണ്ടുപേരും
കടുത്ത ഇമോഷണൽ സ്ട്രെസ്സിലാ. സാവധാനം നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പുവിനെ കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം വി പി. ഈയിടെയായിട്ട് അവൾ ഇത്തിരി ഓവറാവുന്നുണ്ട്. ശരിയാ, ഞങ്ങൾ അവളോട് സീരിയസ് ആയിട്ട് സംസാരിക്കാം. കുട്ടികളുടെ പ്രായം അതല്ലേ, ഇങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ടാവും. അതിനെ അതിൻ്റെതായ രീതിക്ക് അങ്ങ് വിടുക. കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാ ചിലപ്പോൾ പിടി തന്നില്ല എന്ന് വരും. എന്നാ പിന്നെ നിങ്ങൾ കിടന്നോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഭാഗ്യത. ആ വി പി, ഞാൻ പുലർച്ചയ്ക്കുള്ള ബസ്സിൽ പോവും. വിളിക്കാൻ നിൽക്കില്ല. ആ പിന്നെ നാളെ അയലറയ്ക്കടുത്ത് ഒരു കോറി പിക്കറ്റിംഗ് ഉണ്ട്. അവിടെ നിന്ന് നേരെ പട്ടാമ്പിക്ക് കുട്ടികളോടൊപ്പം ഒരു പ്രകൃതി പഠനയാത്ര. അത് കഴിഞ്ഞാൽ മലബാറിലുണ്ടാവും കുറച്ചു ദിവസം. ആ പിന്നെ മടക്കം എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹേയ് വേണ്ടടോ, ഇന്ന് കുറെ അലഞ്ഞതല്ലേ. താൻ സുഖമായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങ്. ആ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നോളാം. ആ പിന്നെ ഗീതയോട് രാവിലെ ചായക്കൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കണം. ശരി, എന്നാ ഞാൻ കാറ് കയറ്റിയെടുക്കാം. ആ